ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 12.2-ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ വെസൽ ഈസ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇൻവേർട്ടഡ് കോൺ. ഇറ്റ്സ് ഹൈറ്റ് ഈസ് 8 cm ആൻഡ് ദ റേഡിയസ് ഓഫ് ഇറ്റ്സ് ടോപ്പ് വിച്ച് ഈസ് ഓപ്പൺ ഈസ് 5 cm. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫിഗർ വരച്ച് നോക്കാം. അപ്പോൾ വെസൽ ഇൻവേർട്ടഡ് കോണിൻ്റെ ഷേപ്പിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ വെസലുള്ളത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? വെസലിൻ്റെ ഹൈറ്റ് 8 cm ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് 8 cm ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? വിച്ച് ഈസ് ഓപ്പൺ, റേഡിയസ് ഈസ് 5 cm. അപ്പോൾ റേഡിയസ് 5 cm ആണ്. ഹൈറ്റ് നമുക്ക് ഇവിടെ അങ്ങ് വരയ്ക്കാം കേട്ടോ. ഹൈറ്റ് ഇതാണ് 8 cm. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു ദ ബ്രിം. അതായത് ഇതിൻ്റെ ഈ വക്ക് വരെ, ഈ കോണിൻ്റെ ഈ മുകളിലത്തെ ഈ വക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. വെൻ ലെഡ് ഷോട്ട്സ് ഈച്ച് ഓഫ് വിച്ച് ഈസ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 0.5 cm ആർ ഡ്രോപ്ഡ് ഇൻ ടു ദ വെസൽ 1/4 ഓഫ് ദി വാട്ടർ ഫ്ലോസ് ഔട്ട്. അപ്പം സ്ഫിയറിൻ്റെ ഷേപ്പിലുള്ള ലെഡ് ഷോട്ട്, റേഡിയസ് എത്രയാണ്? 0.5 cm ഉള്ള റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ ഷേപ്പിലുള്ള ലെഡ് ഷോട്ട് ഇതിലേക്ക് ഈ വെസലിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 1/4 ഓഫ് ദി വാട്ടർ ഫ്ലോസ് ഔട്ട്. അപ്പോൾ എത്ര ലെഡ് ഷോട്ട് ഇട്ടു എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ലെഡ് ഷോട്ട് ഇടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ നിന്ന് 1/4 ഓഫ് ദി വാട്ടർ ഫ്ലോ ചെയ്ത് വെളിയിലേക്ക് പോകുന്നുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ലെഡ് ഷോട്ട് ഡ്രോപ്ഡ് ഇൻ ദ വെസൽ. അപ്പോൾ ഇതിനകത്ത് അതായത് ഇതിനകത്തുണ്ടായിരുന്ന വാട്ടറിൻ്റെ 1/4 വെളിയിൽ പോയി അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഇട്ട ലെഡ് ഷോട്ടിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺ ഷേപ്പിലുള്ള വെസലിൻ്റെ വക്ക് വരെ എന്തുണ്ട്? വെള്ളമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ലെഡ് ഷോട്ട് ഇട്ടാൽ ആ ലെഡ് ഷോട്ടിന് എത്ര വോളിയം ഉണ്ടോ അത്രയും വാട്ടർ എന്ത് ചെയ്യും? വെളിയിലേക്ക് പോകും. അടുത്ത ലെഡ് ഷോട്ട് ഇടുമ്പം എന്ത് പറ്റും? അതിനുള്ള ആ വോളിയത്തിനുള്ള വാട്ടർ വെളിയിലേക്ക് പോകും. അങ്ങനെ ഓരോന്നിടുമ്പോഴും അതിനെത്ര വോളിയം ഉണ്ടോ അതിനനുസരിച്ചുള്ള വാട്ടർ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് വെളിയിലേക്ക് പോകും. അപ്പോൾ നമ്മളൊരു പാത്രം നിറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു ഇട്ട് കൊടുത്താൽ, ഇങ്ങനെ നമ്മൾ പതുക്കെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? അതിനകത്തു നിന്ന് വെള്ളം തുളുമ്പി താഴെ പോകും അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ ഇട്ട് കൊടുത്ത ആ വസ്തുവിൻ്റെ വോളിയത്തിനനുസരിച്ച് ഇതിനകത്തു നിന്ന് അത്രയും വോളിയം വെള്ളം വെളിയിലേക്ക് പോകും. അപ്പം ഈ വെള്ളത്തിൽ നിന്ന് ഇതിലുണ്ടായിരുന്ന വാട്ടറിൽ നിന്ന് 1/4 വാട്ടർ വെളിയിൽ പോയെങ്കിൽ എത്ര ലെഡ് ഷോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. നമ്പർ ഓഫ് ലെഡ് ഷോട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇതിലേക്ക് ഇപ്പം 5 ലെഡ് ഷോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 5 ലെഡ് ഷോട്ടിൻ്റെ വോളിയത്തിന് ഈക്വലായിരിക്കും ഇതിൽ നിന്ന് വെളിയിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയ വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ലെഡ് ഷോട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മെഷർമെൻറ്റുകളൊന്ന് എഴുതാം. ആദ്യം കോണിൻ്റെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൈറ്റ് തന്നിട്ടുണ്ട് 8 cm, റേഡിയസ് തന്നിട്ടുണ്ട് 5 cm. പിന്നെ ഇനി നമുക്ക് ലെഡ് ഷോട്ട്, അത് സ്ഫിയറിൻ്റെ ഷേപ്പിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ഫിയർ എന്ന് എഴുതിയിട്ട് ലെഡ് ഷോട്ട് ഒന്നുകൂടെ എഴുതുക കേട്ടോ. അതിൻ്റെ റേഡിയസ് നമുക്കറിയാം 0.5 cm. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്നറിയില്ല, അതുകൊണ്ട് നമ്പർ ഓഫ് ഷോട്ട്സ് നമുക്ക് എണ്ണെടുക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ് ദ നമ്പർ ഓഫ് ഷോട്ട്സ് ബി n. ഇനി വോളിയം ഓഫ് എത്ര ലെഡ് ഷോട്ട്സ് ആണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ n ആയിട്ട് എടുക്കുന്നു. വോളിയം ഓഫ് n ഷോട്ട്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. എത്ര ഷോട്ട്സ് നമ്മൾ ഇട്ട് കൊടുത്തോ അത്രയും ഷോട്ട്സിൻ്റെ വോളിയത്തിനനുസരിച്ചുള്ള വാട്ടർ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ വോളിയം ഓഫ് n ഷോട്ട്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡിന് ഈക്വലാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് n ഷോട്ട്സ് എന്ന് പറയുന്നത് ഇവിടെ സ്ഫിയേഴ്സ് ആണ്. അപ്പോൾ വോളിയം ഓഫ് n സ്ഫിയേഴ്സ് ഈസ് ഈക്വൽ ടു
ഇവിടെ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1/4 ഓഫ് ദി വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/4 ഇൻറ്റു വോളിയം ഓഫ് കോൺ അല്ലേ? അതായത് ഈ കോണിനകത്തുണ്ടായിരുന്ന വോളിയത്തിൻ്റെ 1/4 ആണ് ഡിസ്പ്ലേസ്ഡ് ആയത്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ കോണിൻ്റെ വോളിയത്തിൻ്റെ 1/4. അപ്പോൾ 1/4 ഓഫ് വോളിയം ഓഫ് കോൺ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതായത് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് ഈ കോണിൻ്റെ വോളിയമാണ് വാട്ടറിൻ്റെ വോളിയം അല്ലേ? ഇതിനകത്തെ വാട്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കണേ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ കോണിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയ വാട്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഈ കോണിലുണ്ടായിരുന്ന വാട്ടറിൻ്റെ 1/4 ആണ് ഡിസ്പ്ലേസ്ഡ് ആയത്. അപ്പോൾ 1/4 ഇൻറ്റു വോളിയം ഓഫ് കോൺ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഓക്കെ, ഈസ് ഈക്വൽ ടു അപ്പോൾ വോളിയം ഓഫ് n സ്ഫിയേഴ്സ് എന്താണ്? എത്രയാണെന്ന് നമ്പർ അറിയില്ല, അതുകൊണ്ട് n അതുപോലെ എടുക്കുന്നു. വോളിയം ഓഫ് സ്ഫിയേഴ്സ് എന്താണ്? 4/3 πr³ ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു വോളിയം ഓഫ് കോണിൻ്റെ വോളിയം 1/3 πr²h. ഇനി നമുക്ക് ഈ രണ്ട് സൈഡിൽ നിന്നും പയ്യും കട്ട് ചെയ്യാം. വാല്യൂ ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. ഈ 3യും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ 6 എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 6 എടുക്കുമ്പോൾ കോണിൻ്റെ റേഡിയസ് നമുക്ക് ക്യാപിറ്റൽ R എടുക്കാമേ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ 2 റേഡിയസുകളും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കോണിൻ്റെത് എടുക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ R എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ കോണിൻ്റെ റേഡിയസ് ഞാനിത് ക്യാപിറ്റൽ R ആയിട്ട് എഴുതുന്നേ. മറ്റേത് സ്മോൾ r കേട്ടോ. സ്ഫിയറിൻ്റെത് സ്മോൾ r-ഉം കോണിൻ്റെത് ക്യാപിറ്റൽ R-ഉമായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ അത് ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ. കോണിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആയിട്ട് എഴുതുക, അല്ലെ നിങ്ങൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി ബാക്കി എന്തൊക്കെയാണുള്ളത്? ഇവിടെ n 4r³ ഉണ്ടല്ലേ. അപ്പോൾ n ഇൻറ്റു 4 ഇൻറ്റു r എന്തിൻ്റെയാണ്? സ്ഫിയറിൻ്റെതാണ്. അപ്പോൾ 0.5³ 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു, ഇനി ഇവിടെ കട്ട് ചെയ്യാത്തത് r²h. r എത്രയാണ്? 5. അപ്പോൾ 5 ഇൻറ്റു h ഈസ് 8. ഇവിടെ 4ഉം ഇതും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 ആവും. ഇനി ഇതിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 5 5s are 25. 25 ഇൻറ്റു 5 ഈസ് 125. അപ്പോൾ 125 ഇൻറ്റു 4. 125 ഇൻറ്റു 4. 5 4s are 20. 4 2s are 8 plus 2 10. 500 എന്ന് കിട്ടും. അപ്പോൾ ഈ 500-നകത്ത് 1 2 3 ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ കിട്ടും 0.500 എന്ന് കിട്ടും. അപ്പോൾ n ഇൻറ്റു 0.500 എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു 5 5s are 25. 25 ഇൻറ്റു 2 50. ഇതിൽ നിന്ന് n എന്ത് കിട്ടും? n ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ 50/0.500. നമുക്ക് ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഡെസിമൽ പോയിൻ്റ് നമുക്ക് മാറ്റണം. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ 1000 കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്താവും? 50000 ഡിവൈഡഡ് ബൈ 500 എന്നാവും. അപ്പോൾ ഇവിടെ 2 0യും 2 0യും കട്ടായിപ്പോൾ ഇതും കട്ടായിട്ട് 100 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് 100 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് ലെഡ് ഷോട്ട് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ 100 ലെഡ് ഷോട്ടുകൾ ഇതിലേക്ക് ഇട്ടപ്പോഴാണ് ഈ കോണിലുണ്ടായിരുന്ന വാട്ടറിൻ്റെ 1/4 വാട്ടർ ഫ്ലോ ഔട്ട് ആയത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ എത്ര ലെഡ് ഷോട്ട് ഇട്ടപ്പോഴാണ് വാട്ടർ ഫ്ലോ ഔട്ട് ആയതെന്നായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര എണ്ണം ഇട്ടു? 100 എണ്ണം ഇട്ടു അല്ലേ? 100 എണ്ണം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കോണിലുണ്ടായിരുന്ന വാട്ടറിൻ്റെ 1/4 വാട്ടർ വെളിയിൽ പോയത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? വോളിയം ഓഫ്
n spheres is equal to 1/4 of volume of cone. ഇത് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് n കണ്ടുപിടിക്കാം. ആ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പം നമ്മുടെ 5th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.